السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. صدق الله المولانا العلي العظيم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: أنا وكافر اليتيم في الجنة هكذا. يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاء واللكم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجهد والكرم. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത്, അത് ഓരോ വിഭാഗത്തേക്കും പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തുണ്ട്. കുട്ടികൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികൾക്ക് ചെയ്യുന്ന റഹ്മത്ത്, കുട്ടികളോട് കാണിച്ച കരുണ, കുട്ടികളോട് കാണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച കരുണ, അത് വല്ലാത്ത ഒരു കരുണയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിപ്രായത്തിൽ നബി തങ്ങളുടെ കൂടെ ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാരണം അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചെറിയ പ്രായത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. 8 വർഷം അല്ലെങ്കിൽ 10ാമത്തെ വർഷത്തിൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച ആളാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖാ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖാ. ജനങ്ങളിൽ ഏറ്റവും സൽസ്വഭാവിയായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാരണം അത്രക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിച്ച് പറയുന്ന ആളാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. ഓരോ കാര്യങ്ങളും മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായി പല ഹദീസുകളിൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട് കാരുണ്യം കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ജീവിതത്തിൽ പ്രാവർത്തിക്കുകയും ചെയ്ത ഒരു റഹ്മത്തിൻ്റെ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളോട് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും നല്ല സുന്ദരമായ സംസ്കാരത്തിൻ്റെ മേലാണ് ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട്
ആ നല്ല സുന്ദരമായ സംസ്കാരത്തെ നഷ്ടപ്പെടുത്തരുത് മാതാപിതാക്കൾ. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളോട് നിർദ്ദേശിക്കുകയാണ്, ഏതൊരു കുട്ടിയും ഈ ലോകത്തേക്ക് ജനിച്ചു വരുന്ന സമയത്ത് വളരെ നല്ല കൾച്ചറൽ, വളരെ നല്ല സുന്ദരമായ സംസ്കാരത്തിലാണ് കുട്ടികൾ വരുന്നത്. ആ കുട്ടികളെ, അവരുടെ സംസ്കാരം നിങ്ങൾ നശിപ്പിക്കരുത്. ആ കുട്ടികൾ പിന്നീട് നന്നാക്കുന്നതും അവരെ ചീത്തയാക്കുന്നതെല്ലാം മാതാപിതാക്കളാണ്. അതുകൊണ്ട് മാതാപിതാക്കളാണ് പലപ്പോഴും അവരെ യഹൂദി സ്വഭാവത്തിലേക്കും നസറാനി സ്വഭാവത്തിലേക്കും മജൂസികളുടെ സ്വഭാവത്തിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് എത്തിക്കുന്നത്. മാതാപിതാക്കളുടെ അശ്രദ്ധയും അവരുടെ ദുർനടത്ത കൊണ്ടാണ്, ദുർപെരുമാറ്റം കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് മക്കളോട് കരുണ കാണിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കുട്ടികളോട് നിങ്ങളെപ്പോഴും കരുണ കാണിക്കുക, കുട്ടികളോട് നിങ്ങൾ ഏത് സമയത്തും കരുണ കാണിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യസൂറുൽ അൻസാർ വയസല്ലിമു അലാ സുബിയാനിഹിം വയംസഹു റൂസഹും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക മാത്രമല്ല, അത് സ്വയം ചെയ്യുകയാണ്, സ്വന്തം ചെയ്ത് കാണിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാന്മാരായ സ്വഹാബത്ത് വിശദീകരിക്കുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളായ സ്വഹാബത്തിന്റെ ചെറിയ കുട്ടികളെ നേരിട്ട് പോയി കാണുകയും അവരെ തലതടുകയും അവർക്ക് സലാം പറഞ്ഞ് അവരോട് സന്തോഷം പകരുകയും ചെയ്യുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പകൽ സമയത്ത് ഒരു യാത്ര പുറപ്പെടുകയാണ്. ഒരു യാത്ര ഇങ്ങനെ പകൽ സമയത്ത് പുറപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും സംസാരിക്കുന്നില്ല, എന്നോടൊന്നും സംസാരിക്കുന്നില്ല, ഞാനും തങ്ങളോട് സംസാരിച്ചില്ല. അന ബനു ഖൈനുഖാ എന്ന സൂക്കിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി നേരെ പോയി. നേരെ ബനു ഖൈനുഖാ എന്ന ആ സൂക്കിലേക്ക് പോയി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്. നേരെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഐന ലുക്ക. ഹസൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ വാക്കാണത്, നമ്മളെ ആ കുഞ്ഞു മോൻ എടണ്ട്. സാധാരണ ചോദിക്കുന്നുണ്ട് പിർസത്തിൽ, സ്നേഹത്തിൽ, നമ്മളെ ഓൻ എടണ്ട് കുഞ്ഞുമോൻ. ഇങ്ങനെ ഒരർത്ഥത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചു. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിക്കാനും, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവരുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിനെ കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് നബി തങ്ങളെ കയ്യിൽ കൊടുത്തപ്പോൾ ഹത്താ ആനഖഹു, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ തന്നെ ആ കുഞ്ഞുമോൻ ഓടി വന്നു. ഹത്താ ആനഖഹു, നബി തങ്ങളെ കൂട്ടിപ്പിടിച്ചു. വഖബ്ബലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ കൂട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അഹിബ്ബഹു വ അഹിബ്ബ മൻ യുഹിബ്ബുഹു. പടച്ചവനെ, എൻ്റെ ഈ കുഞ്ഞുമോനെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കരേ. ഈ കുഞ്ഞുമോനെ നീ സ്നേഹിക്കണോ, എന്നിട്ട് ആ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണോ. കുട്ടികളോടുള്ള കാരുണ്യം നിങ്ങൾ നോക്കും. കുട്ടികളെ നബി തങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കുന്ന കുഞ്ഞിക്ക് ഇതിനെ നീ സ്നേഹിക്കണേ, എന്നിട്ട് ഈ കുഞ്ഞിനെ ആരെല്ലാം സ്നേഹിക്കുന്നു അവരെയും നീ സ്നേഹിക്കണേ. ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം. കുട്ടികളെ കാണുമ്പോൾ അവരെ ചുംബിക്കുകയും അവരെ അനച്ചു കൂട്ടുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വീട്ടിലെ മുതിർന്ന മക്കൾ, അവരൊക്കെ വലിയ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെയും നാം സ്നേഹിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കുട്ടികൾ ആരൊക്കെ സ്നേഹിച്ച് വളർത്തുന്നു അവരെയും ഞങ്ങൾ എന്താക്കണോ, സ്നേഹിക്കണോ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ ക്ലാസ് നീണ്ടുപോകും, ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം പറയുകയാണ്,
വാനസ്വീയൻ, ഞാൻ ചെറിയ കുഞ്ഞാണ്. ഫദാഅത്തു അഖ്റുജു, അങ്ങനെ ഞാൻ എന്താക്കി പുറത്തിങ്ങനെ പോയി കളിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, അബ്ദുള്ള ഇങ്ങോട്ട് വാ, നിനക്കെന്തെങ്കിലും ഞാൻ തരാം, ഇങ്ങോട്ട് വാ. സാധാരണ കുട്ടികളെ വിളിക്കൽ അങ്ങനെയാണ്, നിനക്ക് പിന്നെ ബിസ്ക്കറ്റ് തരുന്നത് വാ അവിടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്നാനുള്ള സാധനങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മമാർ വിളിക്കലുണ്ട്. പലപ്പോഴും ഉമ്മമാരെന്താക്കും, വിളിച്ച് കൊടുക്കലില്ല, കളവ് പറഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് അടുത്ത് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഉമ്മയോട് ചോദിച്ചു. അബ്ദുല്ലാഹ് ബിൻ ആമിർ പറയുകയാണ്, എൻ്റെ ഉമ്മയോട് നബി തങ്ങൾ ചോദിച്ചു, മാ അറത്താൻ തുറത്തിയഹു, നീ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്, എന്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? അപ്പോൾ പറഞ്ഞു, തമ്ര, ഞാൻ കാരക്ക കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാ ഉമ്മമാർക്കും മാതൃകയായിട്ടൊന്ന് പറഞ്ഞു, ഹമാ ഇന്നക ലൗ ലം തുഅതീഹി ഷൈഅൻ കുതിബത് അലൈകി കിദ്ബതൻ, നീ ആ കുട്ടീനെ വിളിച്ചിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടില്ലാന്ന് കണ്ടിരുന്നെങ്കിൽ നിന്നെ അല്ലാഹു തആല ഒരു കളവ് പറഞ്ഞതായിട്ട് നിന്റെ റിക്കാർഡിൽ എഴുതി വെക്കുമായിരുന്നു. അത് കുട്ടികളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തമാശക്കെന്ന് പറഞ്ഞൊന്നും ഒഴിവാക്കില്ല. കുട്ടികളോട് അങ്ങനെ കളവ് പറയാൻ പാടില്ല. നീ കൊടുക്കുന്നത് കൊണ്ട് സലാമത്തായി. അതേ സമയത്ത് പലപ്പോഴും പല ആളുകളും കുട്ടികൾക്കൊന്നും കൊടുക്കാതെ അവരെന്ത് ചെയ്യും, കളവ് പറഞ്ഞിരിക്കാൻ അടുത്തേക്ക് വിളിക്കും, വിളിച്ചിട്ട് ഒന്നും കൊടുക്കാതെ ചെയ്യും. ഇത് കളവായിട്ട് ഈദിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയോട് പറഞ്ഞത്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുട്ടികളോട് നിങ്ങൾ അങ്ങനെ കളവ് പറഞ്ഞിട്ട് ഞാൻ അത് തരാം, പലപ്പോഴും നീ നല്ല പഠിക്കുന്ന മോനെ ഞാൻ ഗിഫ്റ്റ് തരാം, അല്ലെങ്കിൽ അത് തരാം ഇത് തരാൻ പറഞ്ഞ് കൊടുക്കാറില്ല. ഇത് കളവായിട്ട് തന്നെ അല്ലാഹു തആല എഴുതും. അത് കുട്ടികളോട് പറഞ്ഞതല്ലേ, പഠിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്നൊന്നും നോക്കൂല. അത് കളവായിട്ട് ഒരു കളവ് പറഞ്ഞ ഒരു ഹറാമിൻ്റെ ശിക്ഷ നിനക്കവിടെ റെക്കോർഡ് ചെയ്യപ്പെടും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതാണ്. ക്ലാസ് നീണ്ടത് കൊണ്ട് ഞാൻ പറയുന്നില്ല, നീളുന്നത് കൊണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുട്ടികളോടുള്ള കരുണയുടെ ഭാഗം അടുത്ത ക്ലാസ്സിൽ നാളെയും ഇൻഷാ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് ധാരാളം നൽകുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവിടുത്തെ ശഫാഅത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടു കൂടി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.